ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ യോഗത്തിന്റെ അതിന് ബഹുമാനപ്പെട്ട സ്വാമിയാൽ നമ്മുടെ സ്വന്തം ഉദ്ഘാടനം ചെയ്യുക പ്രിയപ്പെട്ട ദേവന്മാർ ഏറ്റവും പ്രിയപ്പെട്ടതായ സുഹൃത്തുക്കളെ ബഹുമാനിക്കുന്നവർ എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രയാസം പിടിച്ച ഒരു കാര്യമാണ്. എഴുതുന്നതിലേക്ക് സഹായിക്കുന്നത് അതിന് പ്രയാസമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദേവന്മാർ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പ്രഭാഷകനോ നല്ല ഒരു പ്രാഥമികനോ അതിൻ്റെ രീതിയിൽ പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും ഏറ്റവും മനോഹരവും ഉജ്ജ്വലവുമായി അദ്ദേഹം സംസാരിച്ചു. അതിൽ വളരെ കാതലായ വിഷയങ്ങൾ നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നമുക്ക് സാധിക്കും. അപ്പോൾ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് അതുപോലെ ഒരു വെല്ലുവിളിയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാം. ഞാനാലായാലും വലിയ പരാജയമാണ്. ആ പരാജയം സംഭവിച്ചുകൊണ്ട് തന്നെ എഴുത്തിലേക്ക് തന്നെ നേരെ അത് കട്ട് ചെയ്യുക. ഒരു 90കളുടെ അവസാനം മാധ്യമരംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ്. ടോംസ്കോപ്പിലാണ് കോട്ടയത്തെ ടോംസ്കോപ്പിലാണ് ഞാൻ തുടങ്ങുന്നത്. അവിടെ 3 വർഷം ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്തപ്പോൾ തന്നെ കേരളത്തിൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നു. കമ്പ്യൂട്ടറിൻ്റെ ബാലപാഠങ്ങൾ കണ്ടുപഠിച്ചതുകൊണ്ട് CBIയിൽ ഞങ്ങൾ 7 വർഷം അവിടെ ജോലി ചെയ്തു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഞാൻ ധാരാളമായി എഴുതി. അന്നത്തെ പ്രസിദ്ധീകരണങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള എഴുത്തുകളാണ്. അതൊന്നും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതെല്ലാം കൂടി നമ്മൾ ഓരോ പേപ്പറിൽ നീക്കി നിരത്തി വെച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കുറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഞാൻ എഴുതിയത് ഒരു 10 വർഷത്തോളം ടെലിവിഷൻ മേഖലയിലാണ്. പല കോമഡി പരമ്പരകൾക്ക് എഴുതി. അതുപോലെ തന്നെ തമിഴ് പരമ്പരകൾക്ക് എഴുതി. പലരുടെയും പകരക്കാരനായിട്ട് എഴുതി. അതെല്ലാം ഇങ്ങനെ നീണ്ടു പോകുന്ന എഴുത്തുകളാണ്. പക്ഷെ അതൊന്നും ഒരു എഴുത്തായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തപ്പോൾ അൺസീഡിൻ്റെ ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട രാജേന്ദ്ര സാർ പറഞ്ഞതുപോലെ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ കൂടിയിരുന്ന പല സുഹൃത്തുക്കളും ചോദിച്ച ഒരു കാര്യം, എഴുത്തിൽ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്നു, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ 50 വർഷമായില്ല എന്നാണ് ചോദിച്ചത്. പക്ഷേ എൻ്റെ 50-ാം വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിന് ഒരു കാരണമുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുൻപ് നമ്മൾ എഴുതിയിരുന്നത് ഏത് പ്രസിദ്ധീകരണത്തിനാണോ അവരുടെ നയത്തിനും അവരുടെ പോളിസിക്കും അനുസരിച്ചുള്ള എഴുത്തുകളാണ് നമ്മൾ എഴുതേണ്ടിയിരുന്നത്. കൃത്യമായിട്ട് അതിനെല്ലാം എനിക്ക് പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. കുറേ അധികം ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പരമ്പരകളായിട്ട് അല്ലെങ്കിൽ നോവൽ ആയിരത്തി എഴുതിയിട്ടുണ്ട്, നോവലുകളായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വായനയിൽ തള്ളി പോകുന്നതായി. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ വായനയിലും അനുഭവത്തിലും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും എഴുത്തെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ പ്രധാനപ്പെട്ട ചിലരുടെ കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് എഴുത്ത്. അതേ എഴുത്തിനൊരു വിഭവമാകുന്നു. നമ്മുടെ നോവൽ സാഹിത്യം എടുത്ത് നോക്കിയാലും മറ്റു കൃതികളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണുന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ വലിയ മനുഷ്യരുടെ ജീവിതങ്ങളും അവരുടെ പ്രതിസന്ധികളും അവരുടെ സ്വപ്നങ്ങളും നിരാശയും കാമവും ഗതിയുമൊക്കെയാണ് അതിൻ്റെ ഒരു കണ്ടന്റായിട്ട് വരുന്നത്. അപ്പോൾ വളരെ സാധാരണക്കാരനായ നമ്മുടെ മുന്നിലൂടെ മുൻപിലേക്ക് പോകുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചാൽ, ചേട്ടാ എന്തൊക്കെയോട് വിശേഷം ഇത് പോവാണെന്ന് നമ്മൾ ചോദിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് വിശേഷമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് കഥയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരു കഥയും ഇല്ലാത്ത ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ഞെട്ടിപ്പോകുന്ന കഥയാണ്. നമ്മളെ തന്നെ കരിച്ചു പോകുന്ന കഥ. അത് എങ്ങനെയാ പറയേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഓരോരുത്തർക്കും ഒന്നിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് ഒരു രാജ്യം സൃഷ്ടിക്കുന്നത് പോലെ തന്നെയാണ് ഈ അടിസ്ഥാന ജനവിഭാഗത്തിൽ ഓരോ മനുഷ്യനും ഇവിടെ ജീവിച്ചു. സ്വന്തമായ ഒരു അന്തരീക്ഷവും
അവന് ജീവിക്കാൻ വേണ്ടി അവൻ തന്നെ ഉണ്ടാക്കുന്ന അനുഭവങ്ങളും ഒക്കെ ചേർന്ന് ഓരോ വ്യക്തിയും ഓരോ രാജ്യമായി മാറുന്നുണ്ടാണ്. അപ്പോൾ കഥകൾക്ക് എന്തെങ്കിലും പഞ്ഞുണ്ട്, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ എഴുത്തിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേറെ ചില കാരണങ്ങളുണ്ട്. കാരണങ്ങളല്ല, ചില യാദൃശ്യ സംഭവം കൊറോണയാണ്. കൊറോണയുടെ ഒരു സർക്കാരിൻ്റെ കുറേ വർക്കുകളും കൃഷി പരിപാടികളും ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലും എഴുതിയാലോ എന്നാണ്. അപ്പോൾ ഇതുവരെയുള്ള നമ്മൾ ഹ്യൂമറും സത്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിൽ നിന്ന് മാറി നമുക്ക് എന്താണ് എഴുതേണ്ടത്, ചിന്തിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിക്കും. അങ്ങനെയുള്ള ആലോചനയിലാണ് അവിചാരിതമായിട്ട് ഷാജി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് കടന്നു. ഷാജി യഥാർത്ഥത്തിലുള്ള ആളാണ്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും സുഹൃത്തും അദ്ദേഹം നന്നായിട്ട് എഴുതും, ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അപ്പോൾ ഷാജി വന്ന് കഥകളൊക്കെ എന്നോട് പറയാറുള്ളതാണ്. ഞാൻ എൻ്റെ കഥകൾ അങ്ങോട്ടും പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിചാരിതമായിട്ട് ഷാജി അയാളുടെ ജീവിതം ഉപേക്ഷിക്കുക, സൂയിസൈഡ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് ഷാജി മരിക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരിക. ഷാജി മാത്രമല്ല, ഷാജിയെ പോലെ പറഞ്ഞു ഇന്ന് രഘുമാർ സാറും സംഖ്യാനൊക്കെ സംസാരിച്ചിട്ടുള്ളൊക്കെ 90കളിലോ അത് 80കളിൽ മുതൽ മുന്നോട്ട് പോകുന്ന ദളിത് മൂവ്മെന്റും അനുബന്ധമായിട്ട് സിറിയൻ അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ഒരു പഠനം. അപ്പോൾ മനസ്സിൽ കൊണ്ടു നടത്തുന്ന വലിയ വലിയ മോഹങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും തകർച്ച കണ്ട മനുഷ്യൻ അവരെവിടെ എത്തിയില്ല. അവർ ഒരിടത്തും അതിജീവിക്കാൻ പറ്റിയില്ല. ചിലരൊക്കെ മാനസിക വിഭ്രാന്തി കഴിഞ്ഞവർ, ചിലര് സ്വയം നഷ്ടപ്പെട്ടു. അതിൽ വളരെ അപൂർവം ചിലർ മാത്രമാണ് എഴുത്തുകൊണ്ട് അതിജീവിച്ചത്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ, ഈ വീണു പോകുന്ന മനുഷ്യർക്ക് പലതും പറയാനുണ്ട്. എന്തുകൊണ്ടാണ് അവർ വീണു പോകുന്നത്? അങ്ങനെ ഒരു ചിന്തയിൽ നാം ആ കഥ രൂപപ്പെടുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഭാഗം ഓർമ്മിക്കുകയോ അതായത് പൂർണ്ണതയ്ക്ക് പറയാൻ പറ്റും. അങ്ങനെ ആണ് ഷാജി എന്ന കഥയിലേക്ക് ഞാൻ വരുന്നത്. ഷാജി സുഹൃത്തായിരുന്നെങ്കിൽ ഷാജിയുടെ കഥ മാത്രമായിരുന്നില്ല, ഷാജി എന്ന് പറയുന്ന ആ കഥ എഴുതാനുള്ള ഒരു പ്രേരണ മാത്രം. ആ ഒരു ബോഡിയിൽ നിന്നുകൊണ്ട് ചുറ്റുമുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളെ കാണുക. അത് രഘുമാർ സാറ് പരിപാടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നവർ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എങ്കിൽ പോലും ആ പുസ്തകത്തിനകത്ത് എടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ വായനക്കാരന് ആവശ്യത്തിന് സ്പേസ് കൊടുക്കും. ചെറിയ ചെറിയ ചാപ്റ്റർ എഴുതിയിട്ട് അതിനിടയ്ക്ക് നമുക്ക് വായനക്കാരനും കൂടി ചേർന്ന് പൂരിപ്പിച്ചുകൊണ്ട് വായനക്കാരനെയും കൂടി വായിക്കുന്ന ആളിനെയും കൂടി ചേർത്തുകൊണ്ട് പോകുന്ന രീതിയിൽ അത് എഴുതാൻ നമുക്ക് വിചാരിച്ചത് അങ്ങനെയാണ്. ഞാൻ ആദ്യം പറഞ്ഞു വന്നതുപോലെ കോവിഡ് കാലത്തെ മാറി ചിന്തകളിൽ നിന്നാണ് ഷാജി വരുന്നത്. ഷാജി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറെ ഒരു പുസ്തകം എഴുതി, ഒരു നോവൽ എഴുതിയിരുന്നു. ചതുരത്തല എന്നാണ് അതിൻ്റെ പേര്. അത് ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു പ്രസാധകർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊരു 30ഓളം അധ്യായം ഞാൻ എഴുതി. യഥാർത്ഥത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് കഥയാണെന്ന് പറയുന്ന മനുഷ്യരിലേക്ക് തിരിഞ്ഞപ്പോൾ കണ്ട കഥകളാണ്. അതിനകത്ത് ഏകദേശം 50ഓളം വ്യത്യസ്തരായ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി കണ്ടെത്തൽ 50 ജീവിതങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടർച്ചയായ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു മുഴുനീളം വായിച്ച് ആസ്വദിച്ച് പോകാമെന്ന് പറ്റേണ്ടല്ല അത് ചോദിക്കുന്നത്. കുറേ മനുഷ്യരുടെ പ്രശ്നങ്ങളും മനുഷ്യരുടെ സംഭവങ്ങളിലൂടെയാണ് പോയിട്ടുള്ളത്. ഒരു ഓമക്കുറിപ്പായിട്ട് എഴുതി തുടങ്ങിയിട്ട് ഞാൻ പോലും അറിയാതെ അതൊരു നോവലായിട്ട് മാറിയത്. അതിൽ തന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 1-2 അധ്യായങ്ങൾക്ക് ശേഷം ഈ കഥ എങ്ങനെ പോകണമെന്നോ അതിനകത്തുള്ള കഥാപാത്രങ്ങൾ എങ്ങനെ കടന്നു വരണമെന്നോ ഒരു ധാരണയും ഇല്ലാതെ ഒരുതരം ഈ കഥാപാത്രങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരികയാണ്. നമ്മളെ പറയുമ്പോൾ അതൊരു നാടകീയത തോന്നുമെങ്കിൽ പോലും ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് അത് എഴുതുന്നത്. അതിലൊരു ചാപ്റ്റർ പോലും ഞാൻ നേരത്തെ ഈ ചാപ്റ്റർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു എഴുതാൻ തുടങ്ങുമ്പോൾ ആ ചാപ്റ്ററിനുള്ള കണ്ടന്റ് വരികയും കഥാപാത്രങ്ങൾ വരികയും അവരുടെ ആവശ്യം കഴിഞ്ഞ് അവർ എന്നോട് പോലും അനുവാദം ചോദിക്കാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഒടുവിലെ ഈ സമയത്ത് എൻ്റെ മകൾ വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഞാനിത് എഴുതുന്ന സമയത്ത് വീട്ടിലേക്ക് ആരെങ്കിലും വന്നാലോ എൻ്റെ മകൾ പോലും ഞാൻ എഴുതുന്ന മുറിയിൽ വന്നാൽ ഞാൻ വല്ലാതെ ദേഷ്യപ്പെടുകയും കയറുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്
ചിലപ്പോൾ എന്നെ കൊണ്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞ് ഷാജി പറഞ്ഞിട്ടാണ് ഞാൻ എഴുതുന്നത്. 30ാമത്തെ അധ്യായത്തിൽ ഞാൻ നോട്ട് സ്റ്റോപ്പ് ചെയ്യും. അത് വേണമെങ്കിൽ 40 ഒക്കെ എഴുതാവുന്നതായി. അങ്ങനെയാണ് ഷാജിയിലേക്ക് വരുന്നത്. ഈ രണ്ട് എഴുത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അതാണ്. ഷാജിയെ സംബന്ധിച്ച് വേറെ കാര്യം കൂടി പറയാനുണ്ട്, അത് ഏറ്റവും ഒഴിവ് പറയാം. മറ്റൊന്ന്, എനിക്കിങ്ങനെയൊക്കെ എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതാണ് ഒരു പ്രധാന കാര്യം. അപ്പം സ്വാമിച്ചാൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലമായി. അപ്പം ഞാനിങ്ങനെ എഴുതുന്നത് കണ്ടിട്ട് സ്വാമിച്ചാൻ ഇടപെടുകയും ഞങ്ങൾ പാകിസ്ഥാനിൽ വെച്ച് കാണുകയും കുറേ നാട്ടുകാരാണ്, വലിയ സ്നേഹബന്ധം ഞങ്ങൾക്കിടയിലുണ്ട്. എങ്കിൽ പോലും എഴുത്ത് അത്തരം ഡിസ്കഷനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്വാമിച്ചാനൊക്കെ വേറൊരു ടൈമിൽ പോകുന്നു എന്ന് ഞാൻ കരുതുകയും നമ്മളിങ്ങനെ ഈ കച്ചവട സ്ഥാപനങ്ങളുടെ എഴുത്തുമായിട്ട് നടത്തുകയും ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ആ സോഷ്യൽ മീഡിയയിൽ എഴുത്ത് കണ്ടിട്ട് സ്വാമിച്ചാൻ എന്നെ വിളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അന്ന് മുതൽ എൻ്റെ എഴുത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ എഴുത്തിനെ ഒരു എഴുത്തെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വാക്കായിപ്പോൾ അതിൻ്റെ അപകട ഘട്ടങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയാണ് അത് ഒരു പുസ്തക രൂപത്തിലോ എഴുത്തിൻ്റെ രൂപത്തിലോ ആക്കുന്നത്. അപ്പം അത് ഇവിടെ തുറന്നു പറയേണ്ട ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ആ എഴുത്തുകൾ വന്നത്. ഷാജി പറഞ്ഞ കഥയുടെ അവസാന ഭാഗത്ത് സംഭവിക്കുന്ന വേറൊരു ദുരന്തം കൂടി പറഞ്ഞുകൊണ്ട് ഈ എഴുത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിർത്തുകയാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ പേര് ഷാജി എന്നാണ്. അവർ ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. മരണം സംഭവിക്കുന്നത് ഏറെക്കുറെ ഉറപ്പായി ഡോക്ടർമാർ ഉപേക്ഷിക്കും. അപ്പോൾ ഞാനും അവനുമായിട്ട് അത്ര വലിയ ഒരു റിലേഷൻ അല്ല. അവൻ മണ്ണൂർ താമസിക്കുന്നു, ഞാൻ കോട്ടയം താമസിക്കുന്നു, സഹോദരങ്ങൾ തോന്നിയത്. എങ്കിൽ പോലും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അവസാനം വരുന്ന എൻ്റെ അടുത്തുണ്ട്. അവസാന നാളിൽ അവൻ ചേട്ടൻ്റെ കൂടെ വന്ന് നിൽക്കണം. ചേട്ടൻ എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ച് ഒരു രക്ഷയുടെ ഒരു കവചം ആയിരിക്കും. അങ്ങനെ വന്ന് തൊട്ട് പുറകിലത്തെ മുറിയിൽ അവൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന മുറി അവൻ എടുത്തു. വീട്ടിൽ സാധാരണ ടി വി ഉപയോഗിക്കാറുണ്ട്, ടി വി ആരും കാണാറില്ലാത്തത്. അപ്പോൾ അവന് വേണ്ടി തന്നെ ഞാൻ ഡിഷൊക്കെ ചാർജ് ചെയ്ത് കൊടുത്തു. പുള്ളി തന്നെ ചാർജ് ചെയ്ത് കൊടുത്തു. ടി വി ഒക്കെ വെച്ച് ന്യൂസൊക്കെ കണ്ട് പുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മുൻപിൽ മരണം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ചതുരത്തലയിൽ എഴുതി കഴിഞ്ഞ് ഷാജി പറഞ്ഞ കഥയുടെ 2ാമത്തെ അധ്യായം എഴുതിയപ്പോഴാണ് എൻ്റെ അനിയൻ ഇങ്ങനെ മരണമായിട്ടുള്ളത്. എൻ്റെ മുമ്പിൽ വന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരൊരു ആവർത്തനം ആയിട്ട് എടുത്തത്. അവരുടെ ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഈ കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം. കഥാപാത്രത്തിൻ്റെ പേര് മാറ്റിയാൽ എൻ്റെ മനസ്സ് അനുവദിക്കുന്നു, അല്ലെങ്കിൽ ഈ കഥ ഉപയോഗിക്കും. മരണം കാത്തു നിൽക്കുന്ന അനിയൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്കിത് എഴുതാൻ പറ്റും. അപ്പം ഞാൻ ഈ ഷാജി പറഞ്ഞ കഥ ഇനി എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഷാജി എൻ്റെ അനിയനും പോയി. അവൻ പോയി കഴിഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ അത് എഴുതി കംപ്ലീറ്റ് ആക്കാൻ പോയത്. അതാണ് ആ എഴുത്തിൻ്റെ ഒരനുഭവം. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ നടന്ന ഡിസ്കഷനകത്ത് വന്നിട്ടുള്ള എഴുത്ത് അല്ലെങ്കിൽ അത്തരം മാറിയ കാലത്ത് നോവലിൻ്റെയും എഴുത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ശരിയെന്ന് ഞാൻ കരുതുന്ന ചില അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വർത്തമാനം അവസാനിപ്പിക്കാവുന്നതായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ എഴുത്തുകൾ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളുടെയൊക്കെ ജീവിതത്തിനകത്തായി ദാരിദ്ര്യമോ കഷ്ടപ്പാടോ പ്രതിസന്ധിയോ ഒക്കെയാണ് പലപ്പോഴും അതിൻ്റെ ഒരു വിഷയമാണ്. പലപ്പോഴും രഘുമാർ സാർ മുന്നേ പറഞ്ഞ ഭാഷയുടെ കാര്യം പറഞ്ഞു. കാരണം എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മൾ ഭാഷ ഒരിക്കലും ഒരു ഒരു പ്രത്യേക ഏരിയയുടെ മാത്രം അല്ല, ഒരു പ്രത്യേക വിഭാഗങ്ങളുടെ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഓരോ കാലഘട്ടവുമാണ് ഭാഷ രൂപപ്പെടുന്നത്. നമുക്ക് ഡെസ്കും ബെഞ്ചും ഉണ്ടാകുമ്പോഴാണല്ലോ ആ വാക്കുകൾ ഉണ്ടാകുന്നത്. കമ്പ്യൂട്ടർ വരുമ്പോൾ കമ്പ്യൂട്ടറിനൊക്കെ മലയാള ഭാഷയുണ്ടോ നോക്കാൻ. അപ്പോൾ ഭാഷയും പദങ്ങളും ഒക്കെ ഓരോ കാലഘട്ടം സൃഷ്ടിക്കുന്നതാണ്. ആ അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും ആധുനികമായ ഭാഷയിൽ നമ്മൾ എഴുതുകയും വർത്തമാനം പറയുകയും ചെയ്യണമെന്നാണ് ഒരഭിപ്രായമുള്ളത്.
അത് സാർവദേശിച്ച ഒരു ഇതിലല്ല ഞാനത് പറഞ്ഞത്. എങ്കിലും നമ്മളങ്ങനെ മാറണം എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത് സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുമ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് എഴുത്തിലേക്ക് ഒരു സ്പേസ് ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയ വരുന്നതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ ഇല്ല എങ്കിൽ നമ്മൾ എവിടെ എഴുതും? അതൊരു പ്രശ്നമാണ്. നിലവിലുള്ള ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ എഴുതുന്ന ഗണിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ, അതായത് സെൻസേഷണൽ അല്ലാത്ത വിഷയങ്ങൾ നമ്മൾ എഴുതിയാൽ ആര് പ്രസിദ്ധീകരിക്കും? അതൊരു വലിയ ചോദ്യമല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു മാറ്റം പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ പറ്റും. എഴുത്ത് പക്ഷത്ത് നമ്മൾ നിന്നുകൊണ്ടാണെങ്കിൽ പോലും ഇവിടുത്തെ മുഖ്യധാര എന്ന് പറയുന്ന എഴുത്തുകളെ മുഖ്യധാര എഴുത്തുകൾ ആശ്ലേഷിക്കാൻ പാകത്തിൽ എഴുതുന്ന എഴുത്തുകളെ അവർ സ്വീകരിക്കുമായിരിക്കും. അതല്ലാതെ അതിൻ്റെ പിടിയിൽ നിന്ന് മാറി സ്വതന്ത്രമായ ഒരു ഭാഷയും ആവിഷ്കാരവും കൊണ്ടുവരുന്ന എഴുത്തുകൾ കേരളത്തിൽ എത്രമാത്രം സ്വീകരിക്കപ്പെടുമെന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ അതിന് നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ എല്ലാ കുഴപ്പങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്. ആ എല്ലാ കുഴപ്പങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു തൻ്റെടിയെ പോലെ നിന്നുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും. അതിന് ഫോളോവേഴ്സ് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത് തൻ്റെ സ്വാതന്ത്ര്യമാണ്. എഴുത്തിലേക്ക് നമുക്കൊരു ധൈര്യം പകർന്നു നമുക്ക്. പിന്നെ എഴുത്തിന്റെ വിഭവങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോഴും ദളിത് എഴുത്തും ദളിത് ആശയങ്ങളെയും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും കൊണ്ടുവരുന്നു. നമ്മളിപ്പോ റിലീസ് ചെയ്തിരിക്കുന്ന നരിവേട്ട പോലും ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടാണ്. ഇതിനു മുൻപും സമീപകാലത്ത് 2015-10 ശേഷം കുറെ ദളിത് ആശയങ്ങൾ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമയിലും സാഹിത്യത്തിലും ഒക്കെ കടന്നു വരുന്നു. അപ്പോൾ അത് എഴുതുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യവും അത്തരം കഥകൾ രൂപപ്പെടുത്തുന്നത് ആരാണ്? ദളിത് അനുഭവങ്ങൾ ഉള്ളവരാണോ? ദളിത് സാഹചര്യങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയവരാണോ അത് എഴുതുന്നത് എന്ന ചോദ്യം. ഞാനിങ്ങനെ ചോദിക്കുന്നതിന് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എഴുതപ്പെട്ട എഴുത്തിന്റെ വിഭവങ്ങൾ, എഴുത്തിന്റെ വിഷയങ്ങളാക്കാവുന്ന വിഭവങ്ങളൊക്കെ പറഞ്ഞു തീർന്നു. ലോഹിതദാസും എനിക്കൊക്കെ പോലെയുള്ളവർ ഈ പറഞ്ഞ ഏരിയകളിലൊക്കെ ഉള്ള കഥകൾ, ഈ കഥയ്ക്ക് സിനിമയൊക്കെ പറയുമ്പോൾ നമ്മൾ സിനിമയ്ക്ക് ഫ്രണ്ടുണ്ടാക്കാന്നൊക്കെ പറയട്ടു. അത്തരം സാധനങ്ങളെ അതർ ഏരിയയിൽ നിന്നുള്ള വിഭവങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി അവശേഷിച്ച് ഇനി കണ്ണിൽ ചെയ്യാൻ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. അത് ഈ ദളിത് ഏരിയയാണ്. അവിടെ പൊഴിച്ചിട്ട് കിട്ടുന്ന ചെറിയ മുട്ടും പൊടിയും ഒക്കെ വെച്ചിട്ടാണ് ഈ വേട്ടയും പുഴുവും പോലെയൊക്കെ ഉള്ള സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ജാഗ്രതയോടെ അത്തരം പ്രമേയങ്ങൾ കൊണ്ടുവരുന്നത് കാണണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം അത് എത്രമാത്രം ദളിത് പക്ഷത്ത് നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നത്, എൻ്റെ ചെറിയ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് അറിയാമല്ലോ. ഈ നമ്മളൊരു നോവൽ എന്ന് പറയുമ്പോൾ, നോവൽ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്, നമ്മൾ കുറേയധികം പറയുന്ന എല്ലാ കഥകളും എടുത്തു കളയുമ്പോഴാണ് ഒരു നോവൽ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ഒരു ദർശനം അതിനുണ്ടാകണം എന്നാണ് ആ കാര്യത്തിൽ തോന്നിയിട്ടുള്ളൊരു അഭിപ്രായം. അങ്ങനെ എഴുതുമ്പോൾ മാത്രമേ അതൊരു നോവലാവുള്ളൂ. കുറേയധികം കഥകൾ അടുക്കി വെച്ചാൽ നോവലാകില്ല എന്നും തോന്നുന്നു. ഇത്രയും എനിക്ക് പൊതുവെ ഈ വിഷയത്തിൽ പറയാനുള്ളത്. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബേസിക് സംഭവം കങ്കാളക്കുള്ള പ്രത്യേക സ്നേഹമാണ്.